ഇതൊരു പഴയകാല കഥയാണ്. അറബിക്കടലിന്റെ തിരമാലകൾ ആർക്കും കീഴടങ്ങാത്ത കപ്പിത്താൻ കാളിദാസിന്റെ പേര് പറഞ്ഞ് കുലുങ്ങിയിരുന്ന കാലം. കരിങ്കടൽ കാളിദാസ് എന്നായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഒരു ദിവസം കാളിദാസ് തന്റെ കപ്പൽ കാളികേശിനെ തുരങ്കിപ്പിച്ച് നീലക്കടലിന്റെ അവ്യക്തതയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. ലക്ഷ്യം മഹാറാണി ആൻസിയുടെ ഗോൾഡ് ചാമ്പൽ മാല. അത് ബ്രിട്ടീഷ് കപ്പലായ റോയൽ പെഗസ് കൈവശം വെച്ചിരുന്നത്രേ. ഉറക്കമില്ലാത്ത രാത്രികളും അതിജീവനത്തിനുള്ള പോരാട്ടങ്ങളും കാളിദാസിന്റെ സഖാക്കളായ കപ്പൽ കൊള്ളക്കാരെ മുറിവുകളും കുഴപ്പങ്ങളും മുന്നിൽ കാത്തിരുന്നു. പക്ഷേ കാളിദാസ് പിന്മാറിയില്ല. കടലിൽ പിറന്നവനാണ് അദ്ദേഹം, താളം തെറ്റിയേക്കില്ല. ഒരു അസ്തമയത്തിൽ പകലിരയുടെ അരികിൽ റോയൽ പെഗസ് കാഴ്ച വന്നു. തീറ്റ കെട്ടിയിരുന്നതുപോലെ കാളികേശ് കപ്പൽ അവിടേക്ക് നീങ്ങി. കടലിനയിലെ സൈലന്റ് ആക്രമണം തുടങ്ങിയപ്പോൾ ആകാശവും കടലും ഒന്നുപോലെ ഉരുണ്ടുപിടഞ്ഞു. മുഴുവൻ കപ്പൽ കയറിലും ആയുധങ്ങളിലും പോരാടിയ ശേഷം കാളിദാസ് തന്റെ ദൂരദർശിയുമായിട്ടാണ് അതിർത്തിയെ താണ്ടിയത്. ആ അമൂല്യമായ ഗോൾഡ് ചാമ്പൽ മാല ഇപ്പോൾ കാളിദാസിന്റെ കൈകളിലായിരുന്നു. പിന്നീട് ആ മാല അദ്ദേഹം ആതുലനായ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് അതിന്റെ പുരാവൃത്തം മറച്ചുവെച്ചു. ഇന്ന് അത് കാണുന്നത് വെറും ഒരു പഴയ തമ്പളത്തിന്റെ ശിലായിലായിരിക്കും. പക്ഷേ ആ കല്ലിനുള്ളിൽ കടലിനും കാളിദാസിനുമിടയിലെ കഥകൾ